afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Sign it. Good afternoon, ma'am. On behalf of all the students, it is my privilege to extend a very special welcome to our ma'am. We are thrilled to have you as our guide in this virtual learning space. We are eager to learn from your expertise and are confident that you will inspire and challenge us to reach our full potential in this new online format. Once again, I welcome all. Thank you. Ma'am, thought of today parade. We are what we think. All that we are arise with our thoughts. With our thoughts, we make the world. Repeat. We are what we think. All that we are arise with our thoughts. With our thoughts, we make the world. Have a nice day. Okay, ma'am. Okay. നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് പാർട്ട് 4 യൂണിറ്റ് 8 ആണ് കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. പാർട്ട് 4 യൂണിറ്റ് 8 ഗുഡ് മാനേഴ്സ്. പേജ് നമ്പർ ഒന്ന് പറയോ? 182. 182. ഓക്കെ. ചാപ്റ്ററിന്റെ പേരാണ് എന്ത്? ഗുഡ് മാനേഴ്സ്. എന്താണ് ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞാല്? നല്ല പെരുമാറ്റമല്ലേ? നല്ല പെരുമാറ്റം അല്ലെ? നല്ല പെരുമാറ്റം. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്. ഫ്രണ്ടുമായിട്ട് നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും? നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്സ് ഉള്ള ആളുകളാണ് അല്ലെ? നമ്മള് കുട്ടിക്കാലം തൊട്ട് ചിലപ്പോ ഇപ്പൊ വരെ അല്ലെ എത്തി നിൽക്കുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവാം ഇല്ലേ? കുട്ടിക്കാലം തൊട്ട് ഇപ്പൊ വരെ ഇപ്പൊ ഫോൺ ചെയ്യുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നതുമായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇന്നും ഉണ്ടാവാം. ഉണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള ഓക്കെ. ചിക്കുമോൾക്കുണ്ട്, മഞ്ജുവിനുണ്ട്. കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? Yes, ma'am. അപ്പൊ എന്താണ് അവരോടൊക്കെ എങ്ങനെ നല്ല നല്ല രീതിയിൽ പെരുമാറണം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ഗ്രൂപ്പ് ഫ്രണ്ട്ഷിപ്പിനെ അതിന്റെ ഇമ്പോർട്ടൻസ് ഊന്നി പറയേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. മനസ്സിലാക്കിയേ? വായിച്ചു കഴിഞ്ഞിട്ട് കമ്പിടാട്ടോ. നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്.
വായിച്ചു കഴിഞ്ഞോ? ചെറിയൊരു പാരഗ്രാഫ് എന്നതിൽ പറയുന്നത് എന്താ പറയുന്നത് ചിക്കു? എക്സ്പ്ലെയിൻ ചെയ്യാമോ? മാം അതിൽ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുമ്പം എല്ലാവർക്കും കാണും ഒരു നല്ല ഫ്രണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടായിരിക്കണം, എന്നാലേ ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് ആ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, നല്ല മാനേഴ്സിലൂടെ. ഒരു ഫ്രണ്ടായിട്ട് അയാളെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അയാളും നല്ലൊരാളായിരിക്കണം, നമ്മളും നല്ലൊരാളായിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നല്ല രീതിയിൽ വർഷങ്ങളോളം ഒക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റാതെ വരും. അതാണ് പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് കുട്ടിക്കാലം മുതല് ഇപ്പോഴും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളത്. ആ കുട്ടിക്കാലത്തുള്ള ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്ന് ഇല്ലേ? ചിലര് പറഞ്ഞില്ലേ? അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസ് എന്താണ് അതിൽ നിന്നും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റുമോ? നമ്മളിപ്പോഴും കുട്ടികളായിട്ട് ഫീൽ ചെയ്യാറുണ്ട് മാം, അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ. പിന്നെ ആ പഴയ കാലങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നു. ഓർമ്മയിൽ വരുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ഏതൊരാവശ്യത്തിനും ഉണ്ടാകുമെന്നൊരു ഒരാൾ പറയും കേൾക്കുന്നില്ല. ആ മഞ്ജു എന്താ പറഞ്ഞേ? മഞ്ജു രാജേഷ്. തല്ല് കൂടിയതും വഴക്കുണ്ടാക്കിയതും പിണങ്ങിയതും ഇണങ്ങിയതും എല്ലാം. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ ഒരാള് ഉള്ള പോലെ എപ്പോഴും ആണെങ്കിലും വിളിക്കാം ഫ്രണ്ട്സ് ആവുമ്പോ. ശരിയാണ്. നമ്മള് ക്യാഷിന്റെ എന്താവശ്യത്തിനും ഇതൊന്നുമല്ല, ഉണ്ടാകും. എന്തുണ്ടെങ്കിലും നമുക്കൊരു തുറന്നു പറയാനുള്ള ഒരാള് എന്ത് പ്രശ്നവും. പിന്നെ ചിക്കു എന്താ പറഞ്ഞേ? ഞാൻ ആ പോയിന്റ് തന്നെ, എന്താവശ്യത്തിന് വേണേലും നമുക്ക് വിളിക്കാം. ഇപ്പം നമ്മൾ ഡെയിലി അയാളായിട്ട് കോണ്ടാക്ട് പോലും കാണത്തില്ല, പക്ഷെ അയാൾ നമുക്ക് ഉണ്ടാകും എന്നൊരു ഇതുണ്ട്. എപ്പോഴും കോണ്ടാക്ട് കാണത്തില്ല, വല്ലപ്പോഴും ഒരിക്കലൊക്കെ മീറ്റ് ചെയ്യത്തുള്ളായിരിക്കും, വല്ലപ്പോഴും ഒരു ആവശ്യത്തിന് വിളിക്കത്തുള്ളായിരിക്കും. എന്നാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. മഞ്ജുണ്ടോ? ഒരു പ്രത്യേക സന്തോഷമാണ് മാം അവരെ കാണുമ്പോ. അത് തന്നെ പ്രത്യേക സന്തോഷം. അതുപോലെ തന്നെ ഒരു വീക്കിലൂടെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലേ? നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ പക്ഷെ അവരെ നേരിട്ട് കാണുന്നെങ്കിലും അവർ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോ നമുക്കൊരു സന്തോഷമാണ്. അവരെ നേരിട്ട് കാണാൻ പറ്റണമെങ്കിലും ഇപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്, മീഡിയ വഴി നമുക്ക് ജസ്റ്റ് അവരെ ഇപ്പോഴും ഓർത്തിരിക്കാം. എല്ലാ ദിവസവും കാണുന്ന പോലെയാണ്, മിണ്ടണമൊന്നുമില്ല എന്നാലും നമ്മള് ഇങ്ങനെ ഫ്രണ്ട്സിനെ അവരുടെ ഇതൊക്കെ കാണുമ്പോ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ അവരെ കാണുന്ന പോലെ. നല്ല രസമാണത്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ബാത്റൂം മാനേഴ്സ് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ?
ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ബാത്റൂം മാനേഴ്സ്? ദിവ്യ എക്സ്പ്ലെയിൻ ചെയ്ത് ദിവ്യ മിനിഷ്. മിസ്സേ സോറി, കുഞ്ഞു വഴക്കാണ്. ആ വേറെ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാം? പറയട്ടെ മാം. ആ ചിക്കു പറഞ്ഞു. അതായത് നമ്മൾ ബാത്റൂമിൽ കുറച്ച് മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. നമ്മുടെ എവറിഡേ ലൈഫിൽ എങ്ങനെയാണ് ബാത്റൂമിൽ നമ്മുടെ മാനേഴ്സ് കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ സോപ്പ്, തോർത്ത്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കാതെ നമുക്ക് സ്വന്തം, എല്ലാവർക്കും ഇപ്പോൾ ഓരോന്ന് വീതം കാണും സോപ്പും തോർത്തും ഒക്കെ. മറ്റുള്ളവരുടേത് ആരും ഉപയോഗിക്കാറില്ല. അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ ശരി, പബ്ലിക്ക് നമ്മൾ ഒട്ടും ഉപയോഗിക്കാറില്ലല്ലോ. പിന്നുള്ളത് ഈ പിന്നെ ബാത്റൂമിലൊക്കെ വെളിയിലുള്ള ടോയ്ലറ്റ്സിലൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ പടങ്ങളൊക്കെ വരച്ച് വെക്കുക, ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒക്കെ. ഇപ്പം നമ്മൾ ലേഡീസ് ബാത്റൂമിലൊക്കെ കയറിയ ഫുൾ നാപ്കിൻസും എല്ലാം ഇങ്ങനെ അങ്ങനെ തന്നെ ഇട്ട് വെക്കുന്നത് കാണാം. ഒരു പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കാറില്ല. അതൊക്കെ ബാഡ് മാനേഴ്സ് ആണ്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എങ്ങനെയാണ് ബാത്റൂമിൽ കയറി ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റുഡൻസിന് കറക്റ്റായിട്ടുള്ള കമാൻഡ്സ് കൊടുക്കണം. എന്നാലേ ഉള്ളൂ അവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ കുഞ്ഞ് ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ. അതുപോലെ സ്റ്റുഡൻസിന് നമ്മളൊരു അവയർനെസ് കൊടുക്കണം. അതുപോലെ കുട്ടികളാകുമ്പോൾ അവരുടെ ഡയപ്പേഴ്സൊക്കെ എവിടെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതല്ലേ മാം പറയും? അത്രേ ഉള്ളൂ. എനിക്ക് പറയാം മാം, ചിക്കു പറഞ്ഞതിന്റെ നെക്സ്റ്റ് സെൻസിലുള്ളത്. ഇപ്പൊ കുട്ടികള് ബാത്റൂമിൽ പോകുമ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ടത്, ഓരോരുത്തരായിട്ട് 1 by 1 ആയിട്ട് പോകണം, സൈലന്റ് ആയിട്ട് പോകണം, മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കാതെയും ശല്യം ചെയ്യാതെയും ഒക്കെ വേണം പോവാൻ. പിന്നെ കുട്ടികളെ തമ്മിൽ ഇടിക്കുക, തള്ളുക പിന്നെ ചെയ്യരുത്. കൂടാതെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് യൂസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ കൈയും കാലും കഴുകാൻ ശ്രദ്ധിക്കണം. പിന്നെ ടോയ്ലറ്റിലുള്ള വെള്ളം കുടിക്കരുത് കുട്ടികൾ. പിന്നെ നമ്മൾ കറക്റ്റായ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ ശ്രദ്ധിക്കണം. ടോയ്ലറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വേണം തിരിച്ചു വരാൻ. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരാൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വൃത്തിയാക്കാതെ നമ്മളത് ശ്രദ്ധിക്കാതെ വരരുത്. പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾ, ആൺകുട്ടികളൊക്കെ ആവുമ്പോൾ സിപ്പൊക്കെ കറക്റ്റായിട്ട് ഇടാൻ കുട്ടികളെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കണം. പിന്നെ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എന്താണ് നമ്മളെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കുട്ടിക്കാലം എന്ന് ഓർത്ത് നോക്കാം അല്ലെ. ഇപ്പോ ബാത്റൂമിലൊക്കെ ഒരു എല്ലാ കുട്ടികളെയും നമ്മളിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ടീച്ചേഴ്സ് വിടാറുണ്ട് അല്ലെ. എന്താ ബാക്കിലൊക്കെ കൈ കെട്ടി ചുണ്ടത്ത് ഇങ്ങനെ വിരൽ വെച്ചിട്ടൊക്കെ അല്ലെ വിടാറ്. എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്റെ ക്ലാസ്സിൽ അങ്ങനെ ഞാൻ ചെറുപ്പത്തിലെ പഠിക്കുമ്പോ അങ്ങനെ വിടാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോ അപ്പൊ പല ക്ലാസ്സിലും കുട്ടികളെ ടീച്ചേഴ്സ് ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് നമ്മളിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ചിലപ്പോ എന്താണ് അപ്പൊ ചിലപ്പോ ആ വരിയിൽ തന്നെ കുന്തങ്ങളുണ്ടാവും. അല്ലെങ്കിൽ എന്താ ബാത്റൂമിൽ പോയതിനു ശേഷം അവിടെ വരിയായിട്ട് നിൽക്കുമ്പോ ചിലപ്പോ വെള്ളം എടുത്ത് ഒഴിക്കാം അല്ലെ, മേത്ത് തെറിപ്പിക്കുക, അങ്ങനെ കുസൃതി തരങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ ബാത്റൂമിലെ വെള്ളം നമ്മൾ കുടിക്കാതെ നോക്കാം, മറ്റുള്ളവരുടെ മേത്തൊക്കെ ഇടാതെ നോക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ കുട്ടിക്കാലമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഡിപ്പ് പിയേഴ്സ് ആർ ബാഡ്. അപ്പൊ അതില് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമറസ് വേയില് പുവർ ബാത്റൂം ഹൈജീൻ പ്രാക്ടീസിനെ പറയുന്നതാണ് കേട്ടോ.
ഇഫ് പിയേഴ്സ് ആർ ബാഡ് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ പ്രയോഗമാണ്. ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ബാത്റൂമിൽ കയറി കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കാം ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങള്. അതുപോലെ തന്നെ എന്താ തോർത്താതെയൊക്കെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടാ ഇല്ലേ. എന്റെ മോളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ചീത്തരങ്ങള്. ചീത്ത പറഞ്ഞ് കറക്റ്റ് ആയിട്ട് അവരെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ സോപ്പ് വെള്ളത്തിലിട്ട് ഇങ്ങനെ പതപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബാഡ് മാനേഴ്സ് ആണല്ലോ. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കാൻ പറയും. അപ്പൊ അതാണ് പറയുന്നത് ഡിപ്പിയേഴ്സ് ബാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോഗമാണ്, ചെറിയ രീതിയിലൊരു എന്താണ് പുവർ ഹൈജീൻ പ്രയോഗത്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് തോർത്താതെയൊക്കെ ബാത്റൂമിൽ നിന്ന് ഓടാം. അതുപോലെ തന്നെ ഇങ്ങനെ കുളി കഴിയുമ്പോ തന്നെ കുളിക്കുമ്പോ തന്നെ എന്താണ് ആ വെള്ളം എടുത്ത് നമ്മുടെ മേത്ത് കുളിക്കുക, തെറിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ്. വേറെ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ബാത്റൂം മാനേഴ്സ്? കറക്റ്റ് ആണ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, പ്രസിദ്ധ പറഞ്ഞതുപോലെ തന്നെയാണ്. വേറെ ആർക്കും? അനുശ്രീ MS നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളത് വായിക്കും, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ മോനാ, ഓക്കെ. മഞ്ജു രാഗേഷ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയെന്താ? അതായത് ബാത്റൂമിലൊക്കെ മിക്ക സ്കൂളുകളിലായാലും ഡോറയിലൊക്കെ പടം വരച്ചു വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സ്കൂളിലെന്നല്ല, മിക്ക ഈ ഇപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൊക്കെ ആണെങ്കിൽ തന്നെ അവിടെയൊക്കെ കാണാമല്ലോ ബാത്റൂമിലൊക്കെ ഡോറയിലൊക്കെ പടം വരച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ ബാഡ് മാനേഴ്സ് ആണ്. ശരിയായിട്ട് ബാത്റൂമിൽ പോയിട്ട് കുഞ്ഞുങ്ങള് അവിടെ ചെന്ന് കാല് കഴുകുക, കാല് കഴുകി നേരെ ക്ലാസ്സിലോട്ട് വരിക, വെള്ളം ഒന്നും എടുത്ത് കുടിക്കാതെ ഒക്കെ എടുത്ത് നോക്കുക. പിന്നെ ശരിയായിട്ട് അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക, എങ്ങനെയാണ് ബാത്റൂമിലോട്ടൊക്കെ പോകേണ്ടത്. ഓരോരുത്തരായിട്ട് ക്യൂ ആയിട്ട് നിന്നിട്ട് പോവുക, സൈലന്റ് ആയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഒക്കെ പോവുക. ശരിക്കും ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുക, മറ്റുള്ളവർക്ക് പിന്നെ പോകാനായിട്ട് പറ്റണം ആ രീതിയിലാക്കുക. കുഞ്ഞുകുട്ടികളെ ഡ്രസ്സൊക്കെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നേരെയൊക്കെയാണ് ഇട്ടേക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബാത്റൂം മാനേഴ്സ് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു കേട്ടോ. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഒരു കുട്ടി. ഇനി ബെഡ്റൂം മാനേഴ്സ് വായിച്ചു നോക്കിയേ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ?
മാം. യെസ് മാം. നസ്രിയ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ. ബെഡ്റൂമിലെ മാനേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഉറങ്ങുക, അതുപോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുക എന്താണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ എന്താ പറയുക, വിദ്യാർത്ഥികൾക്ക് അതായത് സ്റ്റുഡൻസ് ഒക്കെ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ ഉറങ്ങിയാലാണല്ലോ അവർക്ക് നേരത്തെ സ്കൂളിലേക്ക് കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മള് പാരൻസിന്റെ കൂടെ കിടക്കുന്ന സമയത്തൊക്കെ, അതുപോലെ കിടക്കുന്ന സമയത്ത് ഗുഡ് നൈറ്റ് പറയാ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാ, പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. അതൊക്കെ എന്ന് പറയാ ബെഡ്റൂം മാനേഴ്സിൽ പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് നേരത്തെ എഴുന്നേൽക്കല് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയും. കാരണം നേരത്തെ എഴുന്നേറ്റാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികള് ഈ പാരൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, അവരെ ചെയ്യുന്ന പണികളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ പറയുന്നത് സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കാം. അതായത് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ അവരുടെ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ട് ഒരു ചെയറിൽ കൊണ്ടുവയ്ക്കുക. അപ്പൊ അവരോട് പറയണം, നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ കൊട്ടയിലോ ബാസ്ക്കറ്റിലോ എവിടെയാണെങ്കിലും അത് മടക്കിയിട്ട് കൊണ്ടുവയ്ക്കുക. അതൊക്കെയെന്ന് പറയുന്നത് ഒരു കൃത്യനിഷ്ഠതയാണ്. കുട്ടികളിൽ ചെറുതിലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാലാണ് അവർ പിന്നീടുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവര് എന്താ പറയാ വൃത്തിയൊക്കെ അവര് പഠിക്കുള്ളൂ. ഇപ്പൊ കിടക്കാൻ പോകുമ്പോ ബ്രഷ് ചെയ്ത്, അതുപോലെ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് അതിൽ കിടക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. നമുക്കാണെങ്കിലും അതെ, വലിച്ചു വാരിയിട്ട് കിടക്കുമ്പോ ആ ബെഡിൽ കിടക്കുമ്പോ ഒരു ഹാപ്പിനെസ്സും കിട്ടില്ല. അങ്ങനെ ശീലിച്ചവർക്കാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മള് കുട്ടികളാണെങ്കിലും ഇപ്പൊ കുട്ടികൾ കിടക്കുമ്പോ, ഇപ്പൊ എന്റെ മക്കള് കിടക്കുമ്പോ അവരെന്ത് ചെയ്യും, കാലൊക്കെ കഴുകിയിട്ട് ബെഡിൽ വന്നിട്ട് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അവർക്ക് കിടക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർക്കറിയാം ഇത് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് അവർ കിടക്കാറ്. അപ്പൊ നമ്മുടെ മക്കളെ അവര് കറക്റ്റ് സമയത്ത് ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അവർക്ക് കറക്റ്റ് ടൈമിൽ സ്കൂളിലേക്ക് എത്താനും പറ്റും. ഓക്കെ മിസ്സേ. നന്നായിരുന്നു അല്ലേ. നെക്സ്റ്റ് ആര് പറയും? നിങ്ങൾക്ക് തരുന്ന അവസരമാണ് കേട്ടോ. പറഞ്ഞോളൂ. ആരാ? അനുപ്രിയ. പറഞ്ഞോളൂ. നേരത്തെ കിടക്കാൻ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ സ്റ്റുഡൻസിന് നേരത്തെ കിടക്കുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ ഡ്യൂട്ടീസും കഴിക്കണം. ഇപ്പൊ ബ്രഷ് ചെയ്യുക, ഇപ്പോ കൈകാലുകൾ വൃത്തിയായിട്ട് വെക്കുക, അല്ലെങ്കിൽ കുളിക്കുക, അങ്ങനെ. പിന്നെ അതേമാതിരി കിടക്കാൻ പോണേലും മുന്നേ നമുക്ക് ഗുഡ് നൈറ്റ്, പാരൻസിനോട് ഗുഡ് നൈറ്റ് പറയാ. പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അത് എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിക്കണം, കിടക്കണേലും മുന്നും പ്രാർത്ഥിക്കാം. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിനോട് ഗുഡ് മോർണിംഗ് പറയാം. ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ മൈൻഡും ഒക്കെ നന്നായിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നേരത്തെ എഴുന്നേൽക്കുക. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് പാരൻസിനും കൂടി ഹെൽപ്പ് ആവും. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇടുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ അതും സ്കൂളിൽ പോകാനായിട്ടൊക്കെ അവർക്ക് നേരത്തെ എത്താനും കറക്റ്റ് സമയത്ത് എത്താനൊക്കെ, ഒരു ഹറിബറി ഇല്ലാണ്ടൊക്കെ എത്താനൊക്കെ സഹായിക്കുന്നു. പിന്നെന്താ, നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇപ്പൊ കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ടും വെക്കുക, പുതപ്പ് മടക്കി വെക്കുക, അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ കറക്റ്റ് ആക്കി വെക്കുക. അതൊക്കെ നമുക്ക് പേരൻസിന്റെ കൂടെ, പിന്നെ പേരൻസ് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ നമ്മളും അവരെ കൂടെ നിന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിലേക്കൊക്കെ നമുക്ക് നേരത്തെ ഒക്കെ എത്താനൊക്കെ ആയിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? ബെഡ്റൂം മാനേഴ്സ്. നെക്സ്റ്റ് ആണ് ജനറൽ മാനേഴ്സ്. ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ജനറൽ മാനേഴ്സ് വായിക്കൂ കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. പറയട്ടെ മാം. പറഞ്ഞോളൂ സുബി. ജനറൽ മാനേഴ്സ് മീൻസ് നമ്മുടെ പൊതുവായിട്ടുള്ള ഞങ്ങളുടെ സ്വഭാവങ്ങളുടെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ആസ് എൻ ടീച്ചർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മൾ പല പ്രാവശ്യം പിള്ളേരോട് പറയും ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പക്ഷെ നമ്മൾ പറയുമല്ലാതെ, ബിക്കോസ് പിള്ളേരുടെ സ്വാഭാവികം ഇപ്പൊ നമുക്കായാലും ഒരു സ്വഭാവമുണ്ട്, നമ്മൾ കേൾക്കും പക്ഷെ അത് പ്രവർത്തിയിൽ അത് ചെയ്യത്തില്ല. സോ വി ഷുഡ് ആസ് എൻ ടീച്ചർ വി ഷുഡ് മേക്ക് ഷുവർ കി പിള്ളേർ അത് പ്രവർത്തിയിൽ അത് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ചെയ്യാത്ത പിള്ളേരാണെങ്കിൽ അവരോട് അവർ ശിക്ഷിക്കോ ഇല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അതുകൂടാതെ ഇപ്പം നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് ഇസ് എ സോഷ്യൽ എനിമൽ. അപ്പൊ ആ സോഷ്യൽ എനിമലിന് എല്ലാവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ ജനറൽ ഒരു സൊസൈറ്റിയിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ജനറൽ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. ലൈക്ക് നമുക്ക് ലേസിനെസ് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ഇപ്പൊ ലേസി ആണെങ്കിൽ നമുക്ക് ഓഫീസിൽ നമ്മൾ സൊസൈറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ബാഡ് ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കണം. പിന്നെ അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കാതിരിക്കണം. പിന്നെ മീൻസ് ഇപ്പൊ ചില പിള്ളേരുണ്ട് വീട്ടിൽ നിന്നായാലും ഇപ്പൊ വീട്ടിലായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ, പിള്ളേരായാലും നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന ആ സ്കൂളിലായാലും വെളിയിൽ സൊസൈറ്റിയിലായാലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബീങ് എ പേരന്റ് ഓൾസോ നമുക്ക് ശ്രദ്ധിക്കണം, നമ്മൾ പിള്ളേരുടെ മുമ്പേ അസഭ്യ ഭാഷകളില്ല അസഭ്യ പ്രവർത്തികളൊക്കെ പറയാതിരിക്കുകയും ചെയ്യാതിരിക്കുവാണ്. ബിക്കോസ് അത് തന്നെ പിള്ളേർ അടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ മെന്റലി അത് വിചാരിക്കത്തില്ല, അത് വേറൊരു ആൾക്കാർ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ കാണുമ്പോൾ എന്തോ വിചാരിക്കുന്ന അവർ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ അവർ പ്രവർത്തിക്കും. അപ്പൊ അത് അവരുടെ സൊസൈറ്റിയില് അവരുടെ പേരൻസിനും അവർക്കായാലും അത് ബാഡ് ഇംപ്രഷൻ ആയിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ എൽഡേഴ്സിനെ വലിയ മീൻസ് അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ പപ്പയോ മമ്മിയോ ആരെങ്കിലും വലിയവർ വരുമ്പോൾ അവരെ ബഹുമാനിക്കുക. ഇപ്പം നമ്മള് 4 പേര് ഇരിക്കുക, പിള്ളേരും ഇരിക്കുക, അപ്പൊ വലിയ ആൾക്കാർ വരുമ്പോൾ മിക്കവാറും പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഇനിക്കത്ത് പോലില്ല. ഞാൻ എന്തിനാ എണീക്കുന്നത്? അവർ വേണമെങ്കിൽ എണീറ്റോട്ടെ, അവർ വേണമെങ്കിൽ നിന്നോട്ടെ. അപ്പൊ ആ ഒരു സ്വഭാവം മാറ്റിയത് നമ്മൾ വലിയ പേര് വരുമ്പോൾ നമ്മൾ ഇനീറ്റ് അവരെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക, അവരെ ഇരുത്തുക. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമുക്ക് വേറൊരു സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ അച്ഛനോ അമ്മയുടെ മടിയിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സൈഡിൽ ചാരി ഇരിക്കുക, ഇങ്ങനെയും നമ്മൾ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് തറ നമ്മളുടെ വൃത്തിയാണെങ്കിൽ വെച്ച് തറയിലിരിക്കുക. അങ്ങനെ ഒരു ബഹുമാനം കാണിക്കണം. പിന്നെ നമ്മളുടെ സിബ്ലിങ്സോ ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ, ഇപ്പൊ നമ്മൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും, നമ്മൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എല്ലാവരോടും സ്നേഹിക്കണം. ബിക്കോസ് നമുക്കറിയത്തില്ല നാളെ നമുക്ക് ആരാ യൂസ്ഫുൾ ആകുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് വേണം പെരുമാറാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആര് പറയും? ശ്രീതി. ചുമയാണ്, സംസാരിക്കുമ്പോ ചുമ വരും. പാർവതി. ജനറൽ മാനേഴ്സിന് നമ്മുടെ കുട്ടികളുമായിട്ട് വലിയ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഒരു കുട്ടിയെ സംബന്ധിച്ച് മെയിനായിട്ടും ജനറൽ മാനേഴ്സ് പഠിപ്പിക്കേണ്ടത് അധ്യാപകരും അതുപോലെ തന്നെ വീടുകളിൽ നിന്നുമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ അവരെ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതിപ്പം അത് സ്കൂളിലെ ടീച്ചർമാരായാലും വീട്ടിൽ നിന്നായാലും നമ്മുടെ സമൂഹമായിട്ട് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നതും ഇടപഴകുന്നതും എല്ലാം ഇവർക്ക് രണ്ടുപേർക്കും പ്രധാനമായിട്ട് റോളുണ്ട്. അതുപോലെ തന്നെ ടീച്ചർമാരാണ് കൂടുതലും കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് ഇതിൽ വലിയൊരു പ്രാധാന്യമാണ് ഉള്ളത്. സൊസൈറ്റി ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അടി ഉണ്ടാക്കുന്നതായാലും അടി കൂടുന്നതായാലും നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ ടീച്ചർമാർ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ടീച്ചർമാർക്ക് ഇതിന് വലിയ റോളാണുള്ളത്. അതുപോലെ തന്നെ വീടുകളിലും ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കേണ്ടതും പേരൻസിന് വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അത് അല്ലെങ്കിൽ പിള്ളേർ സൊസൈറ്റിയിൽ അതുപോലെ ബിഹേവ് ചെയ്യും. പിന്നെ അതുപോലെ ബഹുമാനത്തിന് വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അതും പേരൻസിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സ്മാരിൽ നിന്നും
കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്കത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ജനറൽ മാനേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ നമ്മൾ ചെയ്തും കൂടി കാണിച്ചാലാണ് കുട്ടികൾ അത് അതെ. ഇമിറ്റേറ്റ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പാരന്റ്സിനെ വീട്ടിൽ നിന്ന് അവർ പാരന്റ്സിനെ കണ്ടുവരുമ്പം അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. നമ്മള് കാണിച്ചു കൊടുത്താൽ തന്നെ അവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ആരെങ്കിലും മുമ്പിൽ ആ സമയത്തല്ല, നമ്മളത് വീട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അതുപോലെയാണ് കുട്ടികൾ വളർന്നു വരുള്ളൂ. അല്ലാണ്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു കുട്ടിയും ചെയ്യത്തില്ല. നമ്മൾ പാരന്റ്സ് ആദ്യം റോൾ മോഡലായിട്ട് ഇരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതില് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അപ്പൊ ഫ്രണ്ട്സിനോട് ടീച്ചേഴ്സിനാണെങ്കിൽ താങ്ക് യു ഒക്കെ പറയണം. എന്തെങ്കിലും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോ എക്സ്ക്യൂസ് മീ അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും റെസ്പെക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് പാരന്റ്സ്. ഞാനൊരു ആക്ടിവിറ്റി തരാം കേട്ടോ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ആക്ടിവിറ്റി തരാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അത് അവതരിപ്പിക്കണം. ടോപ്പിക് ഇതാണ്: ആസ് എ പാരന്റ്, വാട്ട് ബിഹേവിയർസ് ഡു യു ടീച്ച് യുവർ ചിൽഡ്രൻ? ഓക്കെ, നിങ്ങള് എന്താണ് ഇപ്പൊ നമ്മള് ബിഹേവിയർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗുഡ് മാനേഴ്സ് ഒക്കെ നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചല്ലേ? അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഗുഡ് മാനേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, എങ്ങനെ നമ്മൾ പെരുമാറണം, ഓക്കെ, നല്ല രീതിയിൽ പെരുമാറാം എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? അവരെ പഠിപ്പിച്ചിട്ടുള്ള ഗുഡ് മാനേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ട് 5 മിനിറ്റ് സമയം തരാം. എന്നിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാം. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ഓക്കെ. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയവരുണ്ടല്ലേ? ഓക്കെ, പ്രസന്റ് ചെയ്യാൻ തയ്യാറാണോ? റെഡിയായോ പ്രസന്റ് ചെയ്യാനായിട്ട്? ഓക്കെ, സുബി സ്റ്റാർട്ട് ചെയ്തോ.
ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ പിള്ളേരെ പഠിപ്പിച്ചിരിക്കുന്ന മീൻസ് ആദ്യത്തെ കാര്യം രാവിലെ നേരത്തെ എണീക്കുക. ലൈക്ക് ബൈ 6 ഒക്കെ ആവുമ്പോഴത്തേക്ക് അവർ എണീക്കും. എണീറ്റ് മീൻസ് എല്ലാരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയാ. ചുമ്മാ അതൊന്ന് വട്ടം കറങ്ങി ഇവർ വരുമ്പോഴത്തേക്ക് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് പോയി ബാത്റൂമിൽ പോയി ഫ്രഷ് ആകുക. ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അത് കൂടെ തന്നെ കുളിച്ചിറങ്ങി. ഇപ്പൊ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ അവർ സ്കൂളിൽ പോകാൻ റെഡി ആകും. അവരുടെ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇപ്പൊ സ്നാക്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ സ്നാക്സ് വിടുന്നത്. അപ്പൊ സ്നാക്സ് അവർ സ്വയമായിട്ട് പാത്രത്തിനകത്ത് ഇട്ട് വെക്കും. വാട്ടർ ബോട്ടിൽ ഫിൽ ചെയ്ത് വെക്കും. അവരുടെ ടൈം ടേബിൾ അവർ രാത്രി തന്നെ എടുത്ത് വെക്കും. പിന്നെ ബാഗിനകത്ത് രാവിലെ വെക്കത്തുള്ളൂ. എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ട് അവർ വെക്കുന്നത് മോർണിംഗ്. അത് കഴിഞ്ഞിട്ട് അവർ ഡ്രസ്സപ്പ് ചെയ്യും. ബിക്കോസ് അവർ ഇച്ചിരി പ്രായം ആയതുകൊണ്ട് 5 to 7 years ഉണ്ട്. എന്നാലും അവർ സ്വയമായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യും. ജസ്റ്റ് വി ഹാവ് ടു മോണിറ്റർ ഇറ്റ്, അവർ പ്രോപ്പർ ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. അത് കഴിഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 9:30-10 മണിയാകുമ്പോഴത്തേക്ക് അവർ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അവരെ ഡ്രസ്സ് കുളിക്കാൻ കയറുക. ഡ്രസ്സ് പ്രോപ്പർ ആയിട്ട് ചിലർക്ക് വാഷ് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നാക്സ് കഴിക്കുക. ബിക്കോസ് സ്നാക്സ് ഉണ്ടാക്കി റെഡിയാക്കി വെക്കുക. അപ്പോഴത്തേക്ക് സ്നാക്സ് എടുത്ത് അവർ സ്വയമേ കഴിക്കും. കഴിച്ചിട്ട് കഴിക്കാനുള്ള പാത്രം കഴുകാനായിട്ട് വാഷ് ചെയ്യാനായിട്ട് അവിടെ ഇടും. ചില സമയത്തിൽ അവരങ്ങ് കഴുകിയിടും, ചില സമയത്ത് കഴുകത്തില്ല. കഴുകാൻ അറിയാം, പക്ഷെ കളിക്കാനുള്ള ഒരു ഇതേൽ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവര് മീൻസ് 1 മണിക്കൂറൊക്കെ കളിക്കാൻ പോയി 5 to 6 കളിച്ചിട്ട് വന്നിട്ട് കൈയും മോന്ത കഴുകിയിട്ട് അവൾക്ക് തിരിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവർ പഠിക്കാൻ തുടങ്ങും. അവരുടെ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്റെ ഷിഫ്റ്റ് കഴിയും 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ അവർ പഠിത്തകാര്യം കഴിഞ്ഞിട്ട് ഒരു 7:30-8 മണി ആകുമ്പോഴത്തേക്ക് അവർക്ക് ഡിന്നർ കൊടുത്തിട്ട് പ്രെയർ ചെയ്യും. ബിക്കോസ് പിള്ളേർ ആദ്യം കഴിക്കും. അവർ പിന്നെ പ്രാർത്ഥിച്ച് 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ അവര് ആ സമയത്ത് കഴിച്ച് റെഡിയാകും. ബിക്കോസ് നമ്മൾ നേരത്തെ കഴിക്കുവാണെങ്കിൽ അവർക്ക് നേരത്തെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് അവര് നേരിട്ട് കയ്യും മോന്ത കഴുകി ബെഡിൽ കയറും, ഉറങ്ങും. നമ്മൾ അത് കഴിഞ്ഞിട്ടാ പിന്നെ ഡിന്നറൊക്കെ കഴിക്കും. ഇത് അവരുടെ ഡെയിലി റൊട്ടീനാ. അതിനകത്ത് തന്നെ അവരുടെ മാനേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ആരാ? ഞാൻ പറയട്ടെ. ഞാൻ പറയാം. കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് അന്നന്നാളുള്ളത് അന്നന്ന് തന്നെ പഠിക്കണം, പെൻഡിങ് വെക്കരുത് എന്നുള്ളതാണ് സ്കൂള് പോകുന്ന കുട്ടികളോട് ഞാൻ ഫസ്റ്റായിട്ട് പറയാറുള്ളത്. എങ്കിൽ മാത്രമേ അവർക്ക് ഫ്രീ ആയിരിക്കാൻ പറ്റുള്ളൂ. മൈൻഡ് ഫ്രീ ആവണമെങ്കിൽ ഡ്യൂട്ടീസ് ഒക്കെ കംപ്ലീറ്റ് ആവണം. എങ്കിൽ നമുക്ക് ബാക്കിയുള്ള സമയം മൈൻഡ് ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് കളിക്കണം. എനിക്ക് കുട്ടികൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ ഇഷ്ടം. ടെൻഷനോ അല്ലെങ്കിൽ പേടിയോ ഇല്ലാതെ അവര് സുഖമായിട്ട് സ്കൂളിൽ പോകണം. കാരണം നല്ലൊരു കാലഘട്ടമാണ് സ്കൂള്. അപ്പൊ അത് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അന്നന്നാളുള്ളത് അന്നന്നാൾ ചെയ്യണം. പിന്നെ ടൈം ടേബിളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെക്കാനും ലഞ്ച് ബാഗ് തിരിച്ച് സ്കൂൾ വിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കഴുകാൻ വേണ്ടി കൊണ്ടുതരാനും പറയാറുണ്ട്. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ തിങ്സ് ഒന്നും തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. വേറൊരാളുടെ ആണെങ്കിൽ അത് അറിയാതെ പോലും ബാഗിൽ വരാതെ ശ്രദ്ധിക്കണം. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്ത് തിരിച്ച് ഏൽപ്പിക്കാൻ നമ്മൾ പറയാറുണ്ട്. പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക, അഥവാ സ്കൂളിൽ നിന്ന് ബാഡ് വേർഡ്സ് അവരുടെ വായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യാറുണ്ട്. അത് കുട്ടികൾ പറയുന്നുണ്ട്, അവൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. ടീച്ചേഴ്സ് പറയുന്നത് ഉടനെ തന്നെ അനുസരിക്കണം. കൂടാതെ ടീച്ചേഴ്സിനെ ഒരിക്കലും ചീത്ത വേർഡ്സോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഗുരുവിനെ നിന്ദിക്കരുത് എന്ന് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്. പിന്നെ ടോയ്ലറ്റ് പോകുന്നതിന് മുമ്പും ശേഷവും ഹാൻഡ് വാഷിങ്ങും, ബിഫോർ ഫുഡും ആഫ്റ്റർ ഫുഡൊക്കെ ഹാൻഡ് വാഷിങ് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചുറ്റുമുള്ളവരെ നല്ല രീതിക്ക് സ്നേഹിച്ച് സന്തോഷമായിട്ട് പോകണം. പിന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നവരോട് കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. പോയിട്ട് വെറുതെ പ്രശ്നത്തിലാവണ്ട. എന്തുണ്ടെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ടീച്ചേഴ്സിനോട് ഇൻഫോം ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളോടത് നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഞാൻ കുറച്ച് പേടിപ്പിച്ചിരുന്നു. പിന്നെ പേടിപ്പിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ് തോന്നിയിട്ടുണ്ട്. അവര് നമ്മളോട് തന്നെ പേടിച്ചിട്ട് പറയാതിരിക്കുന്ന പോലെയൊക്കെ ആയപ്പോ ഞാൻ പിന്നെ കുറച്ചും കൂടി നല്ലോണം അയഞ്ഞു. കുട്ടികൾക്ക് മീൻസ്
ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിക്കാനും. ആദ്യം സ്ട്രിക്റ്റ് കൂടിയപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. എന്നോട് തന്നെ വന്ന് ഞാൻ ചീത്ത പറയുന്നുള്ളൊരു പേടി കൊണ്ട് കുറച്ചൊക്കെ മറച്ചിട്ടൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പം നല്ലോണം തുറന്ന് പറയാനൊരു കംഫർട്ടബിൾ ലെവല് അവർക്ക് കൊടുത്തിട്ടുണ്ട് മാം. അപ്പൊ അവർക്ക് എന്തും പറഞ്ഞാലും ഒരു സൊല്യൂഷൻ കിട്ടുന്നുള്ളൊരു ഒരു ഒരു ബോധം ഇപ്പൊ അവർക്കുണ്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആദ്യം നമ്മളോട് പറയും അവര്. അപ്പൊ അങ്ങനൊരു പറഞ്ഞ് അവരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാം. പിന്നെ അതുപോലെ മറ്റുള്ളവരെ മൂത്തവരെ റെസ്പെക്ട് ചെയ്യണം. ചിലപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ ക്യാരക്ടർ സ്പോയിൽ ചെയ്യാതെ വേണം ബിഹേവ് ചെയ്യാൻ. അവര് പറഞ്ഞു വെച്ചിട്ട് നമ്മളും അതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സർട്ടൻ തിങ്സ് ഉണ്ട്. അത് കടന്നിട്ടുള്ള ഒരു പെരുമാറ്റമോ വഴക്കുകളോ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക, നല്ല രീതിക്കുള്ള ഡിസിഷനിലേക്ക് പോവുക. നിങ്ങളെ ഏറ്റെടുത്തിട്ട് വഴക്ക് അങ്ങനൊന്നും ആവരുത്, നിങ്ങൾക്ക് പ്രശ്നത്തിലേക്ക് ചാടരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാറുണ്ട്. പിന്നെ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നുള്ളത്, വർക്ക് ഫിനിഷ് ചെയ്യണം ഓൺ ടൈം. പിന്നെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യണം, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഡ്രസ്സൊക്കെ പ്രോപ്പറായിട്ട് വെക്കാനും പിന്നെ ബുക്സ് വലിച്ചു വാരി ഇടാതെ ശ്രദ്ധിക്കാനും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് മോശമാണ്. അവരുടെ ഫ്രീഡം വിട്ടിരിക്കുകയാണ്. അവർക്ക് എപ്പോ ഉറക്കം വരണോ അപ്പോ അതിന്റെ അങ്ങനെ ഒരു മാക്സിമം ഉറക്കാറുണ്ട്. എന്നാലും അവർക്ക് അവരുടെ എൻജോയ്മെന്റിനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഉറങ്ങണതും എണീക്കണതും പ്രോപ്പറല്ല എന്റെ മക്കള്. ലേറ്റാണ്, എണീക്കാനും ലേറ്റാണ്. എപ്പോഴാ സ്കൂളിൽ എപ്പോഴാ പോകണ്ടേ? ടൈം എപ്പോഴാണ്? 8:45 8:50 പോണം. കുട്ടികളൊരു 7:45 7:30 അങ്ങനെയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ. കാരണം രാത്രി ഉറങ്ങാൻ നേരം വൈകും. ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ഇങ്ങനെ പുരാണങ്ങളിലെ കഥകളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ എനിക്കും ഇഷ്ടമുള്ളൊരു ടൈപ്പ് ആയതുകൊണ്ട് എനിക്കതൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരും അങ്ങനെ കേട്ട് അവർക്കത് കേൾക്കാതെ വരില്ല. അങ്ങനെ പറഞ്ഞിരുന്ന് നേരം വൈകും. 11 മണിയൊക്കെ കഴിഞ്ഞു ഉറങ്ങുമ്പോ. അപ്പൊ അത് എണീക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു ടൈം വേണ്ട വെച്ചിട്ട് ഉറങ്ങാനും എണീക്കാനും ലേറ്റ് ആണ് അവര്. അത് ശരിയാക്കണം മാമിനി എന്ന് വിചാരിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി നേരത്തെ ആക്കാൻ. നെക്സ്റ്റ് ആരാ? ഞാൻ പറയാം. ഞാൻ പറയട്ടെ. ഞാൻ മോള് വിളിക്കണ്ട്, വയ്യാണ്ടിരിക്കണേ, വെക്കം പറഞ്ഞിട്ട് പോവാ. എന്താ വെച്ചാൽ രാവിലെ എന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എണീക്കാനായിട്ട് ഇത്തിരി മടിയാണ്. അത് സ്കൂളിൽ പോണ ദിവസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ടുള്ള ദിവസങ്ങളിൽ രാത്രി വൈകി ഉറങ്ങിയാലും നേരത്തെ എണീക്കും. പക്ഷെ സ്കൂളിൽ പോണ ദിവസം നമ്മളൊന്ന് വിളിച്ചാലൊക്കെ എണീക്കുള്ളൂ. പിന്നെ റെഡി ആയി പോവാം. വേറെ എവിടെ പോകാനാണെങ്കിലും താനെ റെഡിയായി നേരത്തെ എണീക്കും. അത് അവരുടെ ഒരു എന്താ പറയുക, ലേസിനെസ് ആണ്, ഒരു ചെറിയൊരു. അപ്പൊ അത് കുട്ടിക്കാലത്ത് അവരുടെ ഫ്രീഡം ആയിട്ട് ഞാൻ അത് ഉറക്കത്തിന്റെ കാര്യത്തിൽ ഞാനും വിട്ടിരിക്കുന്നതാണ്. അതായത് അവർക്ക് വേണമെങ്കിൽ അവർ എണീക്കും, എനിക്ക് മനസ്സിലായി. എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ടുള്ള ഇപ്പൊ സൺഡേ സാറ്റർഡേ ഒക്കെ അവർ നേരത്തെ എണീക്കും വൈകി ഉറങ്ങിയാലും. അപ്പൊ ഇത് സ്കൂളിൽ പോകാനുള്ള ഒരു ഇതുകൊണ്ടുള്ള ആ ഒരു അതുകൊണ്ട് ഞാനും ആ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇതാക്കാറില്ല. അത് അവര് ഇതായിക്കോളുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബ്രഷ് ചെയ്യാൻ പോകാനും തന്നെ അവനവന്റെ കാര്യങ്ങൾ ബാത്റൂം ഡ്രസ്സ് ചെയ്യാനും ഒക്കെ അവര് തന്നെ ചെയ്യും. കുഞ്ഞുനാള് ചെയ്യിച്ചിരുന്ന്. ഇപ്പം 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം എല്ലാം തന്നെ ചെയ്തോളൂ. ഇപ്പൊ യൂണിഫോം എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വന്നതിന് മുമ്പേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടാവും. വേറെ വേറെ ഡ്രസ്സസ് ഒക്കെ ആയിരിക്കുമല്ലോ ഒരു ദിവസം. അപ്പൊ എന്നോട് ചോദിക്കും ചില ദിവസങ്ങളിൽ, ഞാൻ കിച്ചണിൽ തിരക്കാണെങ്കിൽ എന്നോട് ചോദിക്കും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് കളർന്ന് ചോദിച്ചിട്ട് തനത്താനൊക്കെ എടുത്ത് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ്, അതെപ്പോഴും ഞാൻ കഴിക്കുന്നതിന് മുമ്പും ഇതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവര് ചെയ്യാനായിട്ട് അറിയാലോ പിള്ളേര്. നമ്മൾ കഴുകി അമ്മ കണ്ടില്ല എന്നൊക്കെ പറയും. എന്നാലും നമ്മൾ കണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ല. അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒന്നുകൂടി കഴിച്ചിട്ട് വന്നിട്ടേ ഞാൻ ഫുഡ് കഴിപ്പിക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും അങ്ങനെ വറപലഹാരം ഒന്നും അങ്ങനെ മേടിച്ചു വെക്കാറില്ല. പിള്ളേർക്ക് നല്ല എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നല്ലാണ്ട് ഞാൻ അങ്ങനെ പുറത്തുനിന്നുള്ള അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ പഴമൊക്കെ പുഴുങ്ങി കൊടുക്കുക അങ്ങനെയുള്ള ഐറ്റം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവര് ഒക്കെ അതിന്റെ ഒരു ആസക്തി കൂടും. സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അല്ലാണ്ട് അങ്ങനെ ഡെയിലി അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല. വല്ലപ്പോഴും മേടിച്ചു കൊടുക്കും എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇതുപോലെ തന്നെ പിന്നെ വൈകുന്നേരം രാവിലെ കറക്റ്റ് സമയത്ത് വൈകി എണീറ്റെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകിയൊന്നും പോകില്ല കേട്ടോ. നേരത്തെ റെഡി ആവും. എന്താ വെച്ചാൽ ഞാനെല്ലാം റെഡിയാക്കും, ഇവരും
ഇത്തിരി ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. എന്നാലും അവർ കറക്റ്റ് സമയത്ത് നേരത്തെ റെഡിയാവും. ഒരു 1/4 മണിക്കൂർ മുമ്പ് റെഡി ആയിരിക്കണ്ടാവും. വൈകുമൊന്നുമില്ല. വണ്ടി വരുമല്ലോ, റെഡി ആയിരിക്കണ്ടാവും. അത് കഴിഞ്ഞിട്ട് വണ്ടിക്കാരൻ വന്നാലും മേക്കപ്പിന്റെ അവിടെ ഇരിക്കും. റെഡിയായി നിൽക്കണെങ്കിൽ റെഡിയായി കഴിയാതെ വണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഓവറായിട്ട് പിന്നെ കൊളാവും ചിലപ്പോ. അപ്പൊ നമ്മ വഴക്ക് പറഞ്ഞ് ഒരു കണക്കിന് അത് ഭയങ്കര ഒരു പ്രശ്നം എന്റെ മോളുടെ അടുത്ത്. റെഡി ആയി കഴിഞ്ഞിരിക്കണേ, എന്നാലും പോയി. അപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ മൂത്ത മോള് യൂസ് ചെയ്യണ കണ്ടിട്ട് ഇളയ മോള് ഇതൊക്കെ എടുത്ത് ചേച്ചി പോയി കഴിഞ്ഞിട്ട് ചേച്ചിയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പരീക്ഷിക്കുന്ന ചേച്ചി അറിയാണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാ പോയി വരുമ്പോ അതുപോലെ ഞാൻ പറഞ്ഞു വിടും. എപ്പോഴും വഴക്ക് ഇത്തിരി ദേഷ്യ സ്വഭാവമുള്ളതാണ്. അപ്പൊ ഞാൻ പറയും അവിടെ പോയി വഴക്കടിക്കരുതെന്ന് എപ്പോഴും എല്ലാ ദിവസവും പറയും. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ വീട്ടിൽ ഭയങ്കര ദേഷ്യം കാണിക്കും. പക്ഷെ പുറത്ത് അങ്ങനെ കാണിക്കണില്ല. എന്നാലും സപ്പോസ് എല്ലാം പറ്റിയാലോ ദേഷ്യം കൊണ്ടെന്നുള്ളതിൽ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞോടും വഴക്കടിക്കരുത്, അവിടെ സൂക്ഷിച്ച് നടക്കണം. ഇപ്പൊ കൂട്ടുകൂടി നടക്കുമ്പോ ഓടി പിടിച്ച് ഓടി കൈ പിടിച്ച് ഓടി വീഴരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങള് മനസ്സിലായ. നമ്മള് കാരണം അവള് കാരണം വേറൊരു കുട്ടി വീഴരുതല്ല. അപ്പൊ അതൊക്കെ ഭയങ്കര അങ്ങനെ പറഞ്ഞൊക്കെ വിടും. നമ്മളിപ്പോ ആരോടും വഴക്കടിക്കരുത്, തല്ലരുത്. ഇപ്പൊ സാധനങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പിള്ളേര് ചിലപ്പോ ഗിഫ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണേ. ഇപ്പൊ പുതിയ റബ്ബർ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, പകരം അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ അതൊക്കെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ടീച്ചറിനെയും വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. ടീച്ചർ ഇങ്ങനെയൊക്കെ നടക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ ഇതുപോലെ കാണാനുള്ളതെന്ന് കംപ്ലൈന്റ് ചെയ്താൽ പ്രശ്നങ്ങൾ വരും. പിന്നെ കുട്ടികൾ അവരുടെ ഇഷ്ടങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് വെറുതെ എപ്പോഴും ഈ എക്സ്ചേഞ്ച് ചെയ്യണത് ശരിയാവില്ലല്ലോ. അതൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഇവരെ പറയും. ദേഷ്യം ഉണ്ടാവും പിള്ളേർക്ക് ടീച്ചറിനെ വിളിച്ചു പറഞ്ഞതിന്. എന്നാലും പിന്നെ ഇതുപോലെ തന്നെ ഇവർക്ക് ഇപ്പൊ ഫ്രണ്ട്സിനെ വിളിക്കണം എന്നുള്ള അങ്ങനെ ഒരു ഇതുണ്ട്. വീട്ടിൽ വന്നിട്ടും ഫ്രണ്ട്സിനെ വിളിക്കണം. അതൊക്കെ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നാലും ഇപ്പൊ ടാഗില് നമ്പർ ഉള്ളതുകൊണ്ട് പിള്ളേര് ഫോൺ എടുത്തിട്ട് ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടെന്ന് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ നേരത്ത് വിളിക്കും ഇവര്. മനസ്സിലായോ? ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ നമുക്കൊരാവശ്യം വരുമ്പം എന്തെങ്കിലും ഇപ്പൊ നമുക്ക് വയ്യാണ്ടായ പിള്ളേരല്ലേ നമ്മുടെ ഫോൺ എടുത്ത് വിളിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അവർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലോക്ക് ചെയ്യാത്തത്. അപ്പൊ എന്നോട് ചോദിക്കാണ്ട് ഫോൺ എടുക്കരുതെന്ന് പറയാറുണ്ട്. സപ്പോസ് ഇതുപോലെ ചേച്ചി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോ ചേച്ചി എടുത്ത് ചോദിച്ചിട്ടൊക്കെ പുള്ളിക്കാരി അങ്ങനെ ചേച്ചിയുടെ സമ്മതത്തോടു കൂടി ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ചേച്ചി വിളിക്കണുണ്ടല്ലോ എന്നുള്ള ആ ഒരു ബ്ലാക്ക് മെയില് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഹോംവർക്ക് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് വരും. ഇപ്പോഴത്തെ കുട്ടികൾ കുറെ പഠിച്ചിട്ടാ വന്നേന്നാ പറയണത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വയ്യ അവർക്ക്. എണീറ്റ് വന്നുണ്ട് കുറ്റം പറയണെന്ന് പറഞ്ഞിട്ട് വാടില്ലാത്ത വെച്ച് എണീറ്റ് വന്നുണ്ട്. അപ്പത്തേക്കും കുറ്റമായിട്ടല്ലേ ഇപ്പൊ പിള്ളേരുടെ ഒരു സ്വഭാവമായിട്ട് പറയണേ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഓവർ സ്ട്രെസ് ആണ്. നമുക്ക് ഇപ്പം ഒരു ട്യൂഷനൊക്കെ പോകണം തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിള്ളേരോട് മിണ്ട. ഇപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര ഇതാണ്. പഠിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയണത്, ഒരു സ്ട്രെസ്സാണ് പിള്ളേർക്ക് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേത് നമ്മ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷെ പഠിക്കാൻ പിന്നോട്ടല്ല, എന്നാലും ഒരു മൊബൈലുമായിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് പിള്ളേർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഇത്തിരി പുറകിലോട്ട് നല്ലോണം ഇപ്പോഴത്തെ കാലഘട്ടത്തില് പിള്ളേര് പോയിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോ വഴിയാണ് എല്ലാം. അവർക്ക് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള പിള്ളേർക്ക് വേണമെങ്കിൽ നമ്മൾക്കിപ്പോ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന പോലെ നടത്തണേണ് അവർക്ക് ഏറ്റവും എൻജോയ്. നമ്മൾ നേരിട്ട് ടീച്ചർ പഠിപ്പിക്കണ അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. അവർക്ക് അതൊരു ടീച്ചറിന്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരത് എല്ലാം ക്യാച്ച് ചെയ്തോളും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ ബോർഡിൽ എഴുതി കൊടുക്കണമെന്നും അവർക്ക് അത്ര ഇതൊന്നുമല്ല. ഞാൻ തന്നെ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും 5 ടൈംസ് എഴുതാൻ പറഞ്ഞു വിടാൻ. ടീച്ചർ അങ്ങനെ വിടണമൊന്നുമില്ല. വിട്ടാലല്ലേ പിള്ളേർ ഇവിടെ വന്ന് എഴുതുകയൊക്കെ ചെയ്യുള്ളൂ. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ടീച്ചർമാർ അങ്ങനെ വിടുവൊന്നുമില്ല. എന്താ വെച്ചാൽ അവര് അതേ ഇത് തന്നെയല്ലേ ഇപ്പൊ എക്സാമിന് പിള്ളേർക്കും അതേ സിലബസ് തന്നെയല്ല. ഓൺ വേർഡ്സിൽ എഴുതേണ്ട രീതി ആയതുകൊണ്ട് അവരങ്ങനെ അതേ മോഡല് ഹോംവർക്ക് ഒന്നും അങ്ങനെ വിടണമൊന്നുമില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് റീഡ് ചെയ്യാനാണ് ഇവർക്ക് വിടുന്നത്. സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പൊ റീഡ് ചെയ്യാനായിട്ട് വിടുന്നുണ്ട്, അല്ലാണ്ട് ഹോംവർക്കായിട്ട് അങ്ങനെ വിടാറില്ല. പിന്നെ വേറെ കുറച്ചു നേരമൊക്കെ കളിക്കും. അതിന് ഞാൻ കുറെ സമയം കൊടുക്കും. എന്താ വെച്ചാൽ കുട്ടിക്കാലത്താണല്ലോ നമ്മൾ കളിച്ചു വളർന്ന പോലെ തന്നെ നമ്മുടെ മക്കളും കളിച്ചു വരണം. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധ പിള്ളേരിൽ എപ്പോഴും വേണം. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അധികം ദൂരമൊന്നും എവിടെയും വീട്ടിലൊന്നും വിടാറില്ല. എന്നാലും ജസ്റ്റ് അടുത്തുള്ളടത്താണെങ്കിലും പോവുമല്ലോ പിള്ളേർ. തൊട്ടടുത്തുള്ളടത്തൊക്കെ നമ്മൾ വിടും. അല്ലാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർ പിന്നീട് ഒരു കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പറ്റാണ്ട് അവർക്ക് മിണ്ടാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ വിടും. പക്ഷെ എൻ്റെ ഒരു ശ്രദ്ധയുണ്ട്. നമുക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന സ്ഥലത്തേ ഞാൻ വിടണുള്ളൂ. അതുപോലെ ഇതുപോലെ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടിയാണെങ്കിലും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ
എന്താണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിളക്കത്തിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അധികം നേരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വിളക്കത്തിക്കുക, അങ്ങനെ അതൊന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എക്സസൈസിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇപ്പോഴാണ് കേട്ടോ, നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ മോണ്ടിസോറി കോഴ്സിന് ചെയ്യുന്നതിന് മുമ്പ് യോഗ ക്ലാസ് ഒക്കെ ഒരു 6 മാസമായി. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് മൂത്ത മോളെ നേരത്തെ ചെയ്യണ്ട്, ഞാൻ ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും മക്കളും ഒക്കെ കറക്റ്റ് ആ ഒരു ഫിറ്റ്നസിന് വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്, ആരോഗ്യം അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം രാത്രി ഫുഡ് പിന്നെ ഞാൻ ഒരുമിച്ച് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പിള്ളേർക്ക് വിശക്കുമ്പോഴല്ലേ തിന്നുള്ളൂ. ഒരാൾക്ക് വിശക്കുമ്പോൾ ഒരാൾക്ക് വിശക്കത്തില്ലല്ലോ, പഠിച്ചുകൊണ്ടിരിക്കണായിരിക്കും. അപ്പം മൂത്താളുടെ സമയത്ത് തന്നെ ഇളയാള് തിന്നണമെന്നില്ല. ചില ദിവസങ്ങളിൽ ഒരുമിച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ സൺഡേ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് ക്ലാസ്സുള്ള ദിവസമൊക്കെ ഒരുമിച്ചിരുന്ന് തിന്നാറൊന്നുമില്ല. വൈകുന്നേരം അവരവർക്ക് ടൈമുള്ള പോലെ കഴിക്കും. ഫുഡ് കഴിക്കാനായിട്ട് അതുപോലെ രാത്രി ഫുഡ് എന്താണ് ബാത്റൂം ഒക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങാനാണ് പറയാറ്, ഇടയിൽ എണീറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടി ബ്രഷ് ചെയ്ത് അങ്ങനെ. പിന്നെ വേറെ ഒന്നുമില്ല. നന്നായിരുന്നു അല്ലേ? നമ്മൾ ടൈം ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ എഴുതി വെക്കാം കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ആരാ സൈൻ ഔട്ട് പറയുന്നത്? സൈൻ ഔട്ട് പറയട്ടെ മാം. ഇന്നത്തെ ക്ലാസ് ഗുഡ് മാനേഴ്സിനെ പ്രതി നമ്മളെ വളരെയായിട്ട് പറഞ്ഞു തരാനായിട്ട് റോസ് മിസ്സിന് വളരെ നന്ദി. ഐ ബിലീവ് എല്ലാവർക്കും ഗുഡ് മാനേഴ്സ് നമ്മളുടെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, എന്നാലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ താങ്ക് യു. Thank you, ma'am. താങ്ക് യു.